അപ്പൂട്ടെ അപ്പൂട്ടെ ഇന്നലെ ഞങ്ങളുടെ ആദ്യ രാത്രിയായിരുന്നു. കല്യാണം പൊടി പൊടിച്ചടാ. നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. ഇനി മധുവിധുവ അതും അടിപൊളിയാക്കണം. അവൾക്ക് കാശ്മീരിലേക്ക് പോണെന്നാ. ആയിക്കോട്ടെ, 2 ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കണേ. പെട്ടെന്ന് വേണം. അങ്ങനെ രാഖി രാമനും കല്യാണം കഴിഞ്ഞോ? ഒരുമാതിരി പോക്കരത്തരെ കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ അറിയാതെ നീ പെണ്ണ് കിട്ടുമല്ലേടാ. ഇപ്പൊ നീ സൂഹിക്കണ്ട. അപ്പൊ ഞാൻ കണ്ടത് സ്വപ്നമായിരുന്നോ? നീ നമ്മളെ വല്ലാതെ പേടിപ്പിച്ചാണല്ലോ. ആട്ടെ, നീ ഇന്നലെ എവിടേക്കാ പോയത്? മാധവേട്ടാ, മണിയാ, കത്ത് വായിച്ച് നിങ്ങൾ ഊഹിച്ചതൊക്കെ സത്യ. അവൾക്ക് എന്നോട് സ്നേഹമാ. അമ്പിളിക്കോ? അപ്പൊ നീ ഇന്നലെയും കോളേജിൽ പോയോ? അവളെന്റെ മുഖത്ത് നോക്കി പറഞ്ഞെന്താന്നറിയോ? ഞാൻ അവൾക്ക് എല്ലാം ആണെന്ന്, ദൈവമാണെന്ന്. പെണ്ണും ചെറുക്കനും തമ്മി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് വിവാഹം ഇനി നീട്ടിക്കൊണ്ട് പോണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അതെങ്ങനെ? പെണ്ണ് പഠിച്ചോണ്ടിരിക്കുകയല്ലേ. വിവാഹം കഴിഞ്ഞാ പിന്നെ ഗർഭമായി, പേരായി. അതൊക്കെ ഒരു വഴിക്ക് നടക്കും, പഠിത്തം വേറൊരു വഴിക്കും പോവും. എന്താ പൊട്ട നിനക്കൊരു വല്ലായ്മ? ആ രാവണി സമ്മതിക്കില്ലെന്ന് വെച്ചിട്ടാ അയാളോട് പോകാൻ പറഞ്ഞ ഈ കേസ് ഞങ്ങക്ക് വിട്ടതാ. ഒന്നും മിണ്ടായിരിക്കടാ. ഗൗരവമായ ഒരു കാര്യം ആലോചിക്കുമ്പോഴാ. ഒരു ആശുപത്രി തുടങ്ങാൻ എന്ത് ചെലവാവും? ഒരു ചായക്കട തുടങ്ങാൻ എന്ത് ചെലവരും ചോദിച്ചാൽ കൃത്യമായി ഞാൻ പറയാം. എന്തിനാ ഇപ്പൊ ഒരു ആശുപത്രി വേണം? താമരക്കുളത്തൊരു ആശുപത്രി വേണം. നമ്മുടെ മേലാമുറിയിലെ കെട്ടിടം ഒന്ന് പുതുക്കിയെടുത്താ മതിയില്ലേ? ശരി, ഇന്ന് കുടിച്ച കളിരിട്ടോ ആശുപത്രി ആണെങ്കിൽ ആശുപത്രിക്ക് നല്ലൊരു പേര് വേണമല്ലോ. ഞാൻ ഒരു പേര് പറയാം. അപ്പൂട്ടൻ മെമ്മോറിയം ആശുപത്രി. മരിച്ചതിന് വലിയ മെമ്മോറിയം വെക്കണ അപ്പൂട്ടന്റെ അടിപൊളി അപ്പൂട്ടൻ വക ആസ്പത്രി. ഏയ്, അതിനൊരു ചന്തമില്ല. അപ്പുക്കുട്ടൻസ് ക്ലിനിക് കൊള്ളാം. അപ്പൊ ഡോക്ടറോ? ഡോക്ടർ അമ്പിളി. 5 കൊല്ലം കൂടി കഴിയുമ്പോ അമ്പിളി ഡോക്ടറായി താമരക്കുളത്തെത്തും. അപ്പോഴേ അപ്പൂട്ടൻ കാര്യങ്ങൾ തുറന്നു പറയൂ. പഠിത്തത്തെ ബാധിക്കരുതല്ലോ. ഇപ്പൊ എനിക്ക് 30 വയസ്സ്, അമ്പിളിക്ക് 20. 5 കൊല്ലം കൂടി കഴിയുമ്പോ എനിക്ക് 35, അമ്പിളിക്ക് 25. 10 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അത് കുഴപ്പമില്ലല്ലേ? അതിന് സ്ത്രീ ദീർഘ പൊരുത്തം പറയും. നല്ലതാ. ഇന്ന് വരെ താമരക്കുളം കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു കല്യാണം. നാടടക്കി വിളിച്ച് സത്യ. പിന്നെ സംഗീത കച്ചേരി, യേശുവാസ് തന്നെ ആയിക്കോട്ടെ. ഇതൊക്കെ കാണുമ്പോ അച്യുതൻ നമ്പ്യാരുടെ ഒരു ഹാലിടക്കുവേ. രസമായിരിക്കലടാ. കണ്ടില്ലേ പോത്തന്മാര് കള്ളും കുടിച്ച് കിടന്നുറങ്ങണത്? അമ്പിളി, ഇതൊക്കെ ഒരു യോഗ അല്ലേ? അല്ലെങ്കിൽ 49 ആലോചനകൾ മുടങ്ങുമോ? അപ്പൂട്ടൻ ഇതൊന്നും മോഹിച്ചല്ല അമ്പിളിയെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. എന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി ഞാൻ എല്ലാമാണെന്ന് അമ്പിളി പറഞ്ഞപ്പോ അപ്പൂട്ടൻ സ്നേഹിച്ചു പോയതാ. ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ അമ്പിളിക്ക് വേണ്ടി ഓരോ സമ്മാനങ്ങൾ വാങ്ങിവെക്കും. അമ്പിളിയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയില്ല. വില കൂടിയ വാച്ച്, പാലക്കാ മാല, അഡിയില്, ദേഹം മുഴുവൻ പൊന്നുകൊണ്ട് നിറയ്ക്കും. കണ്ണ് തട്ടണം. പിന്നെ കാഞ്ചീപുരം സാരി, അത് കാഞ്ചീപുരത്ത് നിന്ന് തന്നെ എടുക്കണം. അമ്പിളി, കാഞ്ചീപുരത്തേക്ക് നമ്മൾ ഒന്നിച്ചു പോകുന്നു. എന്താ? ഇന്ന് എത്ര കുടിച്ചാലും അപ്പൂട്ടൻ ഫിറ്റാവില്ല. ഇന്ന് അപ്പൂട്ടന്റെ ദിവസമാ. 5 വർഷം ഞാൻ കാത്തിരിക്കും. നമസ്കാരം. അതോട്ടാ അങ്ങോട്ടേ. 2 പീടി നിർത്താം. അപ്പൂട്ടം വിചാരിച്ച് കാണാൻ ഞാൻ വരില്ല. നമ്മൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റുമുട്ടുമെങ്കിലും നീ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു. എങ്ങനെയുണ്ട് അച്ഛൻ ആശുപത്രിയൊക്കെ? എന്തിനാ അപ്പൂട്ട ഈ പാഴ്ചലവൊക്കെ? ഇതൊക്കെ ആരെ കാണിക്കാനാ? പിന്നെ നിന്റെ കാരണവന്മാർ ഇഷ്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്റെ കാരണവന്മാര് കുറെ സ്വത്തുണ്ടാക്കി വെച്ചപ്പോ നമ്പ്യാരുടെ കാരണവന്മാര് കുറെ ചീത്തപ്പേരുണ്ടാക്കി വെച്ചു. ജാതകഫലമാണ്. നമസ്കാരം. നീ കൊച്ചിനൊന്ന് പിടി, ഞാൻ അപ്പൂട്ടന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. പക്ഷേ നീയോ അപ്പൂട്ടനെ സ്വപ്നം കണ്ട് നടന്നല്ലേ? ചന്ദ്രിക, അടുത്ത പ്രസവം അപ്പൂട്ടന്റെ ആശുപത്രി വെച്ചാകാം. ഇപ്പഴേ ബുക്ക് ചെയ്തേക്കാം. നീ ഇവിടെ തന്നെ നിന്നാ മതിയോ? അകത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അതൊന്നും ഓർത്ത് രാവുണ്ണിയേട്ടൻ വിഷമിക്കണ്ട. ഡോക്ടർ അമ്പിളിക്ക് അകത്തിരിക്കാനുള്ള കസേര വരെ റെഡിയാ. രാവുണ്ണി ആളാകെ മാറിയിരിക്കുന്നു. അപ്പൂട്ടന്റെ കാശ തെമ്മാടിക്കും ഒരു കാലം ഉണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല.
അതോട്ടെ, കുടിക്കാനുള്ളത് തികയുമല്ലോ. പകച്ച, ഓ ഇന്നത്തെ ചെലവിനുള്ളത് ബാഗിലുണ്ടല്ലോ. ഉണ്ട്. ആ ദാ MLA എത്തി. നമസ്കാരം. നമസ്കാരം. ഓ, വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. ഒന്ന് മാറാ. വാ. അങ്ങോട്ട് ഇരുന്നാട്ടെ, അങ്ങോട്ട് ഇരുന്നാട്ടെ. ഒന്ന് മാറണേ. വലിയ ആർഭാടവും ചടങ്ങുമൊന്നും ആശുപത്രി ഉദ്ഘാടനത്തിന് ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിലും ആമുഖമായിട്ട് ഞാൻ 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. താമരക്കുളത്തുകാർക്കിനി വട്ടക്കുഴി ആശുപത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അത് ഞാൻ ഉറപ്പു തരുന്നു. പിന്നെ പറയുമ്പോ എല്ലാം പറയണമല്ലോ. അമ്പിളിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ എനിക്ക് നാളിതുവരെ 2,80,112 രൂപ ചെലവായിട്ടുണ്ട്. ആശുപത്രി മോടി പിടിപ്പിക്കാനും ഉപകരണങ്ങൾ വാങ്ങുവാനുമായി 1,23,317 രൂപയും ചെലവായി. എല്ലാം ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. അമ്പിളി തിരിച്ചു തരണമെന്നല്ല, അതിന്റെ ആവശ്യമില്ല. എന്നാലും എല്ലാത്തിനും ഒരു കണക്ക് വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സമയം ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാനപ്പെട്ട MLAക്ക് ഉടനടി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് ഞാൻ കണക്ക് വിവരങ്ങൾ നീട്ടുന്നില്ല. ഈ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട MLA ശിവകുമാർ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, വീണ്ടും ഒരു ഇലക്ഷനിലൂടെ MLA ആയി തിരിച്ചു വരാൻ കഴിഞ്ഞ എനിക്ക് 5 വർഷം മുമ്പ് അമ്പിളിക്ക് നൽകിയ സ്വീകരണ യോഗത്തിലെ എന്റെ പ്രസംഗത്തിന്റെ ശുഭകരമായ അനന്തരഫലത്തിന് നാന്ദി കുറിക്കുന്ന ഈ യോഗത്തിലും പങ്കെടുക്കാൻ കഴിഞ്ഞത് ഭാഗ്യം തന്നെ. അമ്പിളിയെ ഡോക്ടറാക്കി മാറ്റുക മാത്രമല്ല, അവരുടെ സേവനം നാടിന് തന്നെ ലഭിക്കുവാൻ സ്വന്തം ചെലവിൽ ഒരു സ്ഥാപനം കൂടി നിർമ്മിച്ചു നൽകുന്ന അപ്പൂട്ടൻ താമരക്കുളത്തുകാരുടെ മഹാഭാഗ്യമാണ്, സംശയമില്ല. ഡോക്ടർ അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ഉദാരമനസ്കതയും ശക്തിയും ഒത്തുചേർന്നാൽ ഭാവിയിൽ ഈ സ്ഥാപനം ഒരു പുണ്യാശ്രമം തന്നെ ആയിരിക്കും. സർ, ചായ കുടിച്ചിട്ട് ഒന്നും വേണ്ട. ശരി, വളരെ സന്തോഷം. താൻ പാടും. ഈ അല്പന ആളാകുന്ന കാണാൻ നിൽക്കണം. എത്ര നാളത്തേക്കാ നമ്പ്യാരെ? എന്തോ കാണാൻ നിൽക്കുക? വീട്ടിൽ പോടാ പിള്ളേരെ. എടാ പപ്പ, ഈ രാവണി എന്തിനാ അച്ഛൻ നമ്പ്യാരുടെ കൂടെ കൂടിയിരിക്കുന്നത്? ഇതിലെന്തോ ഒത്തുകളിയില്ലേ? നമ്പ്യാരുടെ വേലത്തരങ്ങൾക്കൊക്കെ പറ്റിയ ആളാണല്ലോ രാവുണ്ണി. ഐശ്വര്യമായിട്ട് കസേരയിലേക്ക് ഇരുന്നാട്ടെ ഡോക്ടറെ. ഇരിക്കുന്നു. ആശുപത്രിയും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ. എല്ലാം അമ്പിളി പറഞ്ഞ പോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. നേഴ്സുമാർ റെഡി. ഗ്രേസി, കത്രീന, കമലാദേവി. നേരിട്ട് പോയി കൂടുതൽ ശമ്പളം ഉറപ്പിച്ച് രേവതി ഹോസ്പിറ്റലിൽ നിന്ന് പൊക്കിയതാ. 3 പേർക്ക് അപാരം മുൻപരിചയം ഉണ്ട് കേട്ടോ. കമ്പൗണ്ടർ രാമൻകുട്ടി റെഡി. ഇതാണ് ഞാൻ പുതിയതായിട്ട് നിയമിച്ചിരിക്കുന്ന കമ്പൗണ്ടർ. നമസ്കാരം. ഇത് നമ്മുടെ ബ്രോക്കർ രാമൻകുട്ടിയല്ലേ? ഇയാളെങ്ങനെ കമ്പൗണ്ടർ ആവും? അതിന് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ വേണം. അതൊക്കെ ഉണ്ടെന്നേ. രാമൻകുട്ടിക്ക് ചെറിയ തോതിൽ ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ അറിയാം, അല്ലടാ? പിന്നെ ബ്രോക്കർ ആവുന്നതിന് മുമ്പ് 3 മാസം ഞാനൊരു മൃഗ ഡോക്ടറെ കമ്പൗണ്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എന്തായാലും അത് ശരിയാവില്ല പൂട്ട. ശരിയാവില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ പണം മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനത്തിൽ ഞാനൊരു കമ്പൗണ്ടറെ നിയമിച്ചതാ. മുതല് മുടക്കുന്നവന് ഒരു വിലയില്ലേ? അത്ര നിർബന്ധാണെങ്കിൽ അറ്റൻഡർ ആയിക്കോട്ടെ. മതി, ധാരാളം മതി. ഈ അറ്റൻഡർ പോസ്റ്റ് കമ്പൗണ്ടർ മുകളിൽ വരുമോ? ഇല്ല, നേഴ്സിന്റെയും കമ്പൗണ്ടറിന്റെ ഇടയിലായിട്ട് വരും. എന്നാ കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, ഉദ്ഘാടനം കഴിഞ്ഞു, ഇനി ചികിത്സ തുടങ്ങണം. അതെ, ഡോക്ടർക്ക് ആദ്യമായി ഒരു രോഗിയെ പരിശോധിക്കണ്ടേ? അതിനൊന്നും രോഗികളാരും വന്നിട്ടില്ലല്ലോ. എങ്കിൽ ആദ്യത്തെ രോഗി ഞാൻ തന്നെ. ആയിക്കോട്ടെ, യാതൊരുവിധ അസുഖമില്ലാത്ത അപ്പുട്ടൻ തന്നെ ആയിക്കോട്ടെ ആദ്യത്തെ രോഗി. എനിക്ക് രോഗമില്ലെന്ന് ആരാടാ പറഞ്ഞത്? ഡോക്ടർ, രാത്രിയാവുമ്പോ നെഞ്ചിനകത്തൊരു എരിച്ചില്, അടിവയറ്റിലൊരു പുകച്ചില്, ശ്വാസകോശത്തിനകത്തൊരു തരം തിരിച്ചില്, ഹൃദയം കിടന്ന ആകെ ഒരു പിടച്ചില്, പിന്നെ തലവരിപ്പ്, തലകറക്കാൻ, കണ്ണിൽ ഇരുട്ട് കയറുക, കാതിൽ തേനീച്ച മുളുക, ഉറക്കം തീരെയില്ല ഡോക്ടർ. പേരെന്താ? വി അപ്പുക്കുട്ടൻ, കൊട്ടാരം വീട്ടിൽ, താമരക്കുളം, വയസ്സ് 35. സിസ്റ്റർ, അപ്പൂട്ടൻ ഒരു ടെട്രാസൈക്കിൾ ഇഞ്ചക്ഷൻ കൊണ്ടുവാ. ഇത് കണ്ട, അമ്പിളിക്ക് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയ അഡ്യല്, 2ാമത്തെ കൊല്ലം വാങ്ങിയ കാശുമാല, കല്ലു പതിച്ച റിസ്റ്റ് വാച്ച്, രത്നങ്ങൾ പതിച്ച വളകള്, നെക്ലസ്, ഒട്ടിയാനം, കാഞ്ചീപുരം പട്ടുസാരി. കല്യാണത്തിന് കൊടുക്കാനാ.
കാഴ്ച ബംഗ്ലാവിൽ സൂക്ഷിക്കണ പോലെ സൂക്ഷിച്ചാ മതിയോ? അവൾ അറിയണ്ടേതാ? അറിയിക്കണം. അതിനുള്ള സമയായി. അവളും അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരിക്കും. MLA പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ശക്തിയും ഒത്തുചേർന്ന്, അതായത് ഞങ്ങൾ ഒന്നുചേർന്ന് സ്ഥാപനം പുണ്യാശ്രമമാകുന്നു. അപ്പൊ അമ്പിളിയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എടാ, മനസ്സിനകത്തിട്ട് ഇങ്ങനെ പുഴുങ്ങാൻ തുടങ്ങിയിട്ട് കൊല്ലം 5 ആയില്ലേ? അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എങ്ങനെ അറിയും? അത് അവള് പറഞ്ഞു കഴിഞ്ഞില്ലേ, ഞാൻ ദൈവമാണെന്ന്. ദൈവവും കാമുകനും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം എല്ലാമാണെന്ന് പറഞ്ഞതോ? അത് സ്വന്തം അച്ഛനെ പോലെയാണെന്ന് സങ്കല്പിച്ച് പറഞ്ഞായിക്കൂടെ? അപ്പൊ അന്ന് നിങ്ങളൊക്കെയല്ലേ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന്? അതന്ന്. ഇന്നങ്ങനെ ആയിക്കൊള്ളുന്നില്ലല്ലോ. ഓ, നിങ്ങളൊക്കെ ഹൃദയമില്ലാത്തവരാ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. അറിയാം. 4 പെഗ് അടിച്ചിരുന്ന നീ ഇപ്പൊ ഫുൾ ബോട്ടിൽ അടിച്ചാലും പൂസാവണില്ല. കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ഇതൊക്കെ തമാശ വേണ്ട, അവൻ സീരിയസാ. മതിയെ കളിച്ചത്. അവൾ അപ്പൂട്ടുന്ന പെണ്ണ. അവൾക്ക് എന്നോട് സ്നേഹമാ. ഉടനെ ഞങ്ങളുടെ കല്യാണമാ. അതിന് നീ ഞങ്ങളോട് അരിശപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പൂട്ടാ, ബ്രോക്കർ ആയിരുന്നപ്പോ പല സൈസ് പെണ്ണുങ്ങളുമായി ഇടപഴകിയ ആളായതുകൊണ്ട് സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കറിയാം. അമ്പിളി എന്ന് വെറും അമ്പിളിയല്ല, ഡോക്ടർ അമ്പിളിയാ. പദവിയും സ്ഥാനവും മാറുന്നതനുസരിച്ച് പെണ്ണിന്റെ മനസ്സിനും മാറ്റം വരാം. ശരിയാ, മനഃശാസ്ത്രത്തിൽ അതിനെ എൻകോമാനിയാക്ക എന്ന് പറയും. ഏതക്കനായാലും ശരി, ഇനി ഇതധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം അമ്പിളിയോട് തുറന്നു പറയണം. നമ്മൾ അതിനെ പിന്താങ്ങുന്നു. എങ്കിൽ നാളെ തന്നെ ഞാനിത് അമ്പിളിയോട് പറഞ്ഞിരിക്കും. ഉറപ്പ്? ഉറപ്പ്. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ. നിങ്ങൾ ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണോ? പാടത്ത് പണി എങ്ങനെ നടക്കണമെന്നറിയോ? ഇവിടെ എങ്ങനെ നിന്നാ മതിയോ? നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണമെന്നുള്ള വാശി ആദ്യം കളയെ. എല്ലായിടത്തും എന്റെ കണ്ണെത്തിന്ന് പറ്റില്ല. എനിക്ക് 100 കൂട്ടം പണികളല്ലേ. മണിയാ, നീ പോയി മേലാമുറി എന്നുള്ള വാടക പിരിക്ക്. പക്കച്ചമയം പാടത്തേക്കല്ലേ. ഇന്ന് മരുന്ന് കളിക്കുന്ന ദിവസമല്ലേ. വേഗം ചെല്ലെ. ഇക്ക പോയി തെങ്ങിന് തട എടുപ്പിക്ക്. നമ്മളെ പണി നമ്മൾ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ, അത് മതി. ദൈവമേ, മണി 10. ഒയ്യോ, ഞാൻ പോട്ടെ. നീ എവിടേക്കാ പോകുന്നത്? ആസ്പത്രിക്ക്. നീ എപ്പോൾ ആസ്പത്രി പോയി ആരാധിക്കല്ലേ? എന്താണ്ടെന്ന് എന്റെ ഭാവം? ഇന്ന് 2-1 ചോദിക്കാൻ പോവാ. നീ ചോദിക്കാൻ തുടങ്ങിയിട്ട് മാസം 1.5 കഴിഞ്ഞല്ലോടാ. ഒരു പെണ്ണിന്റെ അടുത്ത് കല്യാണക്കാര്യം പറയുന്നത് പാർലമെന്റിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ അത്രയ്ക്ക് ടെൻഷനാ. നേരെ ഒത്തുവരണ്ടേ? അമ്പിളിക്ക് ശ്വാസം വിടാൻ സമയമില്ല. അയ്യോ, എന്നാ ക്ഷീണം മാറാത്തിന് ഹോർലിക്സ് മേടിച്ചു കൊടുക്കടാ. അവൾക്ക് വേണ്ടി ഹോർലിക്സ് അല്ല, ഹോർലിക്സ് കമ്പനി ഹോൾസെയിൽ എടുക്കും. ഇന്ന് ചോദിക്കും, ഉറപ്പ്. അപ്പൂട്ടാ, ഇപ്പം പ്രശ്നം അതല്ല. കവലയിൽ ആകെ കുഴപ്പമാ. ആ നമ്പ്യാരുടെ ഗുണ്ടകൾ കിടന്ന് വിലസുക, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൂട്ടൻ ജീവിച്ചിരിപ്പില്ലേന്നാ നാട്ടുകാർ ചോദിക്കുന്നത്. ചെന്ന് പറ, അപ്പൂട്ടനിപ്പോ തീരെ സമയമില്ല, അവനൊരു പെണ്ണിന്റെ പുറയാന്ന്. അപ്പൂട്ടാ, താമരക്കോളത്തേക്ക് നിന്നെ വേണം. നിന്റെ ബലത്തിലാ ഞങ്ങള്. നാറ്റിക്കരുത്. അപ്പൂട്ടാ, ഒരു പ്രശ്നമുണ്ട്. അപ്പൂട്ടൻ കവല വരെ വന്നേ പറ്റൂ. ആ രാവുണ്ണിയുടെ കുട്ടികൾ പെൺകുട്ടികളെ കോളേജിൽ പോകാൻ സമ്മതിക്കില്ല. അമ്മ കുട്ടിയൊക്കെ മോളെ ഇനി പറയാൻ ബാക്കിയില്ല. ആ കുട്ടി അവിടെ നിലവിളിക്കുക. അപ്പൂട്ടാ, വണ്ടിക്കത്. പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ താമര മൊട്ടായിരുന്നു നീ, ഒരു താമര മൊട്ടായിരുന്നു നീ. പ്രായത്തിൽ കണ്ടില്ലേ, രാവുണ്ണിയുടെ പിൻബലത്തിൽ അവന്മാര് വിളയുന്നത്. ഇതുവരെ പൂരപ്പാട്ട് കമന്റടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കയ്യേറ്റം തുടങ്ങി. രാവുണ്ണിയേട്ടാ, കൂട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്ടൂടെ? അവര് കോഴിക്കാടന്റെ ആളുകളാ. ഞാൻ പറഞ്ഞ അനുസരിക്കൂല. അപ്പൂട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കാം. മണിയാ, സോഡ. നമ്മുടെ ഡോക്ടർ അപ്പൂട്ടനല്ലേ ഈ വരുന്നത്? ചോദിച്ചാ എന്തും കൊടുക്കുന്ന ആളാ. ഡോക്ടറെ, ഞങ്ങൾക്ക് ഇരുന്ന് റമ്മി കളിക്കാനും തുള്ളി വാട്ടീസ് അടിക്കാനും ഇത്തിരി സ്ഥലം തരുമോ? താമരക്കുളത്ത് തന്നെ വേണോടാ മക്കളെ നിന്റെയൊക്കെ അഭ്യാസം. താമരക്കുളം നിന്റെ തന്തയുടെ വകയാണോ?
അതുവേട്ടാ തണുത്ത വെള്ളം റെഡി. അതുവേട്ടാ ഒരു ചായ റെഡി. ചൂട് ചായ. അയ്യോ മണിയാ. അയ്യോ നിന്റെ നെറ്റി ചോര. ഓ, ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി. അയ്യോ എന്റെ തല കറങ്ങുന്ന പോലെ ഞാനിപ്പോ ബോധം കെട്ട് വീഴേ. അയ്യോ അയ്യോ അപ്പൂട്ടന് എന്താ പറ്റിയത്? ഒന്നുമില്ല, ഒരു ബോധക്ഷയമില്ലായ്മ. ബോധക്കേട് വരാനുള്ള അടിയൊന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ. ഇവൻ അവർക്കിട്ടല്ലേ ചാർത്തിയത്. ചിലപ്പോ മർമ്മത്ത് അടി കിട്ടിയിട്ടുണ്ടാവും. ജീപ്പ് എടുക്ക്, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ. വേണ്ട, അപ്പൂട്ടൻസ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാൽ മതി. ബോധമില്ലാത്ത രോഗി ഇന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാം. ഡോക്ടറെ ഡോക്ടറെ അപ്പൂട്ടൻ തലയേറ്റ് വീണു. വെറും തലചുറ്റിലല്ലടാ പുല്ലേ. അപ്പം ബോധമുണ്ട്. ഇല്ല, എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കുക. എന്നാലും മനസ്സിലുള്ളത് പറയണമല്ലോ. എനിക്ക് ഒരുപാട് ഇടി കിട്ടിയിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടത്താൻ പറയണം. ഡോക്ടറെ അയ്യോ എന്താ അയ്യോ അപ്പൂട്ടൻ എന്ത് പറ്റി? ഇങ്ങോട്ട് കിടത്ത്. എന്താ ഉണ്ടായത്? അയ്യോ കവലയിൽ തല്ലുണ്ടായി. അപ്പൂട്ടനൊരു തടിയും കൊണ്ട ഭിത്തിയിൽ ചേർത്ത് നിർത്തി 10-20 ഇടി ഇടിച്ചു. അപ്പൂട്ടന്റെ തലച്ചോറിനകത്ത് സ്റ്റാംപ്ലിക്കേഷൻ പോയി കിടക്ക. നെഞ്ചിലും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തകരാറ് സംഭവിക്കുമോ ഡോക്ടർ? ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിടിച്ച് കലക്കി കളഞ്ഞില്ലേ? ഞങ്ങളുടെ അപ്പൂട്ടൻ തട്ടി പോവോ ഡോക്ടർ? ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയോ? എല്ലാവരും ഒന്ന് പുറത്തു പോണം പ്ലീസ്. പോണം. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ നമ്മൾ പുറത്തു വാ. എല്ലാവരും പോയെങ്കിൽ പരിശോധിച്ചോളൂ. അയ്യോ, നെറ്റിയിൽ മാത്രമല്ല നെഞ്ചിലുണ്ട് വേദന. ഡോക്ടർ. ഞാൻ അമ്പിളിയാ. അമ്പിളിയോ? ഓ, അമ്പിളിയമ്മ. അവൻ ആകാശത്ത് ഉദിച്ചു ഉയർന്നു നിൽക്കുന്നു. 1000 നക്ഷത്രങ്ങൾ പൂത്തിരിവട്ടം പരത്തുന്നു. എന്താ അപ്പൂട്ടാ ഇത്? അപ്പൂട്ടൻസ് ക്ലിനിക്. ഞാൻ അപ്പൂട്ടൻ 2,80,110 രൂപ ചെലവാക്കി പഠിപ്പിച്ച. തെറ്റ്. 2,80,112 രൂപ. അപ്പൊ ബോധമുണ്ടല്ലേ? എന്നാലും സീരിയസാ. ഒരു മാസമെങ്കിലും കിടക്കേണ്ടി വരില്ലേ ഡോക്ടർ? വളരെ ചെറിയ മുറിവാ. വെറും 10 മിനിറ്റ് കിടന്നാ മതി.